ഹലോ ഓൾ, വെൽക്കം ടു മോണാലിസ ക്രോഷേ. അപ്പം ഞാനിന്ന് പുതിയൊരു ഡിസൈനായിട്ടാണ് വന്നത്. അങ്ങനെ എല്ലായിടത്തും പൊതുവെ കാണുന്ന ഒരു ഡിസൈനല്ല ഇത്. അപ്പം കാണുമ്പോൾ കുറച്ച് കോംപ്ലിക്കേറ്റഡായി തോന്നുമെങ്കിലും ഇത് അത്യാവശ്യം ഈസിയാണ്. എങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കിയാലോ. ഇതിന് ബേസിക്കലി നമുക്ക് വേണ്ടത് സെമി സർക്കിൾസാണ്, 2 സെമി സർക്കിൾസാണ്. അപ്പം ആദ്യം തന്നെ നമുക്ക് സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് തുടങ്ങാം. ഈ വീഡിയോ അത്യാവശ്യം ലോങ്ങാണ്. ഞാൻ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. ഒരു ഡീറ്റെയിൽഡ് ട്യൂട്ടോറിയലാണിത്. അപ്പം ആദ്യം നമ്മൾ സ്ലിപ്പ് നോട്ട് ഇട്ടു, ചെയിൻ സ്റ്റിച്ച് ചെയ്യാണ്. അപ്പം അതൊക്കെ ഞാൻ ഇതിൻ്റെ മുന്നേ ക്രോഷ്യേൻ്റെ ബേസിക്സ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പം ഇത് മനസ്സിലാവാത്തവർക്ക് അത് പോയി കാണാം. അപ്പം നമ്മൾ സ്റ്റിച്ച് ഇട്ട് തുടങ്ങുകയാണ്, തുന്നുകയാണ്. അപ്പോൾ അടുത്തുനിന്ന് ഞാൻ കാണിക്കുന്നുണ്ട്. അതിനുശേഷം ഇത് വട്ടമാവാണ്. ബേസിക്കലി നമുക്ക് വേണ്ടത് 2 വട്ടങ്ങളാണ്, 2 സെമി സർക്കിൾസാണ് വേണ്ടത്. ആ സെമി സർക്കിൾസ് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഒരുമിച്ച് വെക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, എന്നിട്ട് അത് ഒരു സിമെട്രിക്കൽ രീതിയിൽ നമ്മൾ തുന്നുമ്പോഴാണ് ഈ ഡിസൈൻ വരുന്നത്. അപ്പം ഞാൻ യൂസ് ചെയ്തത് ആക്രിലിക് യാർണാണ്. അപ്പം നിങ്ങൾ നല്ല ശ്രദ്ധിച്ച് നോക്കുക. അപ്പോൾ ഇപ്പം നമ്മൾ ചെറിയൊരു വട്ടം, ഒരു റൗണ്ട് ആക്കി കഴിഞ്ഞു. അപ്പോൾ നിങ്ങൾ തുന്നുന്ന സമയത്ത് നിങ്ങളുടെ സ്റ്റിച്ചിൻ്റെ ടെൻഷൻ നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇപ്പം നമ്മുടെ ക്രോഷ്യേറ്റിംഗ് സ്കിൽ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മൾ സ്റ്റിച്ചിൻ്റെ ടെൻഷൻ ഇൻക്രീസ് ചെയ്യുന്നതും ഡിക്രീസ് ചെയ്യാനുള്ള അതിൻ്റെ ആ ഒരു നാക്ക് നമുക്ക് കിട്ടിയാൽ മാത്രമേ നമുക്ക് നല്ല ഡിസൈൻസ്, നല്ല പെർഫെക്ഷനും കിട്ടത്തുള്ളൂ. ഇപ്പോൾ നമ്മൾ എമിഗ്യൂറി ചെയ്യുന്ന സമയത്ത്, എമിഗ്യൂറിമി ആക്ച്വലി ഒരു ജാപ്പനീസ് സ്റ്റൈലാണ്. അപ്പോൾ അത് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഇത് ചില ആൾക്കാർക്ക് പോളി കോട്ടണിലെ ഫില്ലിങ് അത് പുറത്തേക്ക് വരുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പം അങ്ങനെ വരാണ്ടിരിക്കാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റിച്ചിൻ്റെ ടെൻഷൻ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇതൊക്കെ ഞാൻ എൻ്റെ വരുന്ന വീഡിയോസിൽ കാണിച്ചു തരും. അപ്പം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും നമ്മുടെ ക്രോഷ്യ ഇവിടെ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഈ ഡിസൈനിനിട്ട പേര് ഹാഫ് മൂൺ ടുഗെദർ, ട്വിൻ ഹാഫ് മൂൺസ് എന്നാണ് കേട്ടോ. കാരണം പകുതിയുള്ള ചന്ദ്രനെ പോലെയല്ലേ രണ്ടും ഉള്ളത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻ കേസ് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എങ്കിൽ യു ക്യാൻ കോമെൻറ്റ് ഡൗൺ ആൻഡ് ഐ വിൽ ബി എക്സ്പ്ലെയിനിങ്. ഓക്കെ, താങ്ക് യു. അപ്പോൾ അത് പറഞ്ഞപ്പോഴാണ് ഞാൻ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയത്. ഞാൻ ഈ അടുത്ത് ട്യൂണീഷ്യൻ ക്രോഷ്യ ട്രൈ ചെയ്താലോ എന്ന് വിചാരിക്കേണ്ടായിരുന്നു. ട്യൂണീഷ്യൻ ക്രോഷ്യ വന്നിട്ട് ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാൻ ഇതുവരെ എക്സ്പെരിമെൻറ്റ് ചെയ്യാത്ത ഒരു കാര്യമാണ്. അപ്പോൾ അത് ചെയ്തിട്ട് സക്സസ് ആയാലും ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം. അപ്പം നിങ്ങൾക്കറിയോ, ആരെങ്കിലും പറയൂ കേട്ടോ, നമുക്ക് ഒരുമിച്ച് ചെയ്യാമല്ലോ. പിന്നെ അതുപോലെ ഞാനിപ്പം സ്കൂളിൽ പഠിപ്പിക്കുന്ന സമയത്ത് എൻ്റെ അടുത്ത് കുട്ടികൾ വന്നിട്ട് പറയാറുണ്ട്, മാം ചെയ്യുന്ന സമയത്ത് നമ്മൾ വിചാരിക്കുന്ന പോലെ സാധനം വരാറില്ല എന്ന്. അപ്പം നമ്മൾ സ്കൂളിൽ നിന്ന് കുട്ടികളെ പഠിപ്പിച്ച് പോയതിന് ശേഷം അവർ വീട്ടിൽ നിന്ന് പുതിയൊരു ഒരു കളർ വാങ്ങി ട്രൈ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ പ്രശ്നം പറ്റുന്നത്. അത് മെയിൻലി എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ എടുക്കുന്ന യാണും അതുപോലെ സൂചി നീഡിലും തമ്മിൽ ചെറിയ വ്യത്യാസം ഉണ്ടാകും. ചിലപ്പം നമ്മുടെ യാണിൻ്റെ തിക്നെസ് അനുസരിച്ച് നമ്മൾ സൂചി മാറ്റണം. ഇവിടെ എന്ന് വെച്ചാൽ ഞാൻ നോർമൽ യാണാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പം 4 പ്ലൈ യാണ്, അങ്ങനെ ഓരോ തരത്തിലുള്ള യാണുണ്ട്. അപ്പം നമ്മൾ അതിനനുസരിച്ച് പ്ലഷീസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന യാൺ വേറെ തന്നെയാണ്. അപ്പോൾ അത് കുറച്ചും കൂടി തിക്നെസ് ആയിരിക്കും. അത് തൊടാൻ തന്നെ വളരെ സോഫ്റ്റും ആയിരിക്കും. നമുക്കിങ്ങനെ നമ്മളൊരു സോഫ്റ്റ് ഓയിലിനെ തൊടില്ലേ, അതുപോലെയാണ് ഈ പ്ലഷീസ് ഉണ്ടാക്കുന്ന യാൺ ഉണ്ടാവുക. സോ ഇപ്പം ഞാൻ യൂസ് ചെയ്ത നീഡിൽ എന്ന് പറയുന്നത് 3.5 mm സാധാരണ നീഡിലാണ്. അപ്പം അത് കോമൺലി അവൈലബിളും ആയിരിക്കും, എല്ലായിടത്തും കിട്ടുന്ന നീഡിലും ആയിരിക്കും. അപ്പം ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് ട്രൈ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഹാൻഡിയായ
ഒരു സാധനമാണ് 3.5 mm എന്ന് പറയുന്ന നീഡിൽ. അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞ യാണും. അപ്പം നമ്മുടെ ഹാഫ് മൂൺ ഡിസൈൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു നല്ല ഭംഗിയുള്ള ബ്ലൂ കളറും കൂടി കൊടുത്തതാണ്. അപ്പം ആ ഡിസൈൻ ഇവിടെ റെഡിയായി കഴിഞ്ഞു. അപ്പം എങ്ങനെയുണ്ട്? എനിക്ക് ഭയങ്കര സന്തോഷമായി ആ ഡിസൈൻ ചെയ്തപ്പം. കാരണം എനിക്ക് ബ്ലൂ കളർ വൂളും ഭയങ്കര ഇഷ്ടമായി. അത് നിങ്ങൾക്കും ഇഷ്ടമായി എന്ന് പ്രതീക്ഷിക്കുന്നു. ചെയ്ത് നോക്കൂ. നമ്മുടെ ടീപ്പോയൊക്കെ ഇല്ലേ, അതിൻ്റെ മുകളിൽ അല്ലെങ്കിൽ നമ്മൾ ടേബിൾ റണ്ണർ ഇടുന്നതിന് പകരം നമുക്ക് ഡൈനിങ് ടേബിളിൻ്റെ മേലിൽ ഒക്കെ നമുക്ക് നല്ല ഭംഗിയായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. ചെയ്ത് നോക്കൂ, എന്നിട്ട് എന്നെ അറിയിക്കൂ. താങ്ക് യു.